ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. ആൻസർ കീയിൽ കംപ്ലയിൻസ് കൊടുക്കേണ്ടത് ഏതെല്ലാം ക്വസ്റ്റ്യൻ ആണ് പലരും പല രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ചോദിക്കുന്ന കാര്യം കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, അപ്പോൾ അതും നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് റേഞ്ചിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യം കടക്കാം. നിങ്ങൾ ഓർക്കേണ്ടത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ എല്ലാവർക്കും അറിയാലോ. കംപ്ലയിൻറ്റ് കൊടുക്കാൻ അറിയില്ല എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് എങ്ങനെ കീക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് കോഡ് എ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോഡ് സിയിലെയും ബിയിലെയും ഒന്നും ക്വസ്റ്റ്യൻ നമ്പർ അല്ല കൊടുക്കേണ്ടത്. കോഡ് എയിലെ നമ്പർ അനുസരിച്ച് വേണം കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 37 മിസ്റ്റേക്ക് ഇല്ലേ എന്ന് ചോദിച്ചു. അതത് ഈസി ക്വസ്റ്റ്യൻ ആണ്. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്കത് ശരിയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് കൊടുക്കരുത്. ഇതിലൊരു മിസ്റ്റേക്കും ഇല്ല. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ഫോർമുല ഓഫ് കാർബോഹൈഡ്രേറ്റ് രണ്ട് രീതിയിലാണ് എഴുതുന്നത്. ഒന്നുകിൽ CnH2O n ടൈംസ് എന്ന് എഴുതാം, അതല്ലെങ്കിൽ CxH2O y ടൈംസ് എന്ന് എഴുതാം. ഇതിൽ ഏത് രീതിയിൽ എഴുതിയാലും നമുക്കത് കറക്റ്റ് തന്നെയാണ്, അതിൽ മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആണെന്ന് കരുതുക. അപ്പോൾ എന്ത് വരും? ഇതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C6H2O 6 ടൈംസ്, അതായത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു C6, ഇവിടെ 2 Hഉം ഇവിടെ പുറത്ത് 6ഉം ഉണ്ട്. അപ്പോൾ 6 × 2 12, H12O6 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കാർബോഹൈഡ്രേറ്റ് അല്ലേ. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ജനറൽ ഫോമിൽ എഴുതുക. ഓപ്ഷൻ എ മിസ്റ്റേക്ക് ഇല്ല. ഈ ജനറൽ ഫോമിൽ ഒബേ ചെയ്യാത്ത എക്സെപ്ഷണൽ കേസൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ഒരു കാരണവശാലും നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതില്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. അപ്പോൾ 65 നമുക്ക് എങ്ങനെ പറയാം? അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. ഇവിടെ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് ഈ ഓപ്ഷൻ എ 20 എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 8 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. നമ്മുടെ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. 8 പോയിന്റ്സ് ഉണ്ട് ഒരു സർക്കിളിന്. അതിൽ എത്ര കോഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊക്കെ പറയും, ഞാണുകൾ വരയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കോഡ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര പോയിന്റ് ഉണ്ടായിരിക്കും? 2 പോയിന്റ്സ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. 2 പോയിന്റ് ഉണ്ട്. 8 പോയിന്റ് വെച്ചിട്ട് വരയ്ക്കാവുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8C2 ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. 8 പോയിന്റ് ഉണ്ട്. എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? ഒരു കോഡിൽ 2 പോയിന്റ് ആണ് ഉള്ളത്. ഇത് 2 പോയിന്റ് ആണ് വരുന്നത്. സോ 8C2 ഈ രീതിയിലാണ് കാണാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാനും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 8 × 7 ഡിവൈഡ് ബൈ 1 × 2 നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഈസിയാണ്. സോ ഇവിടെ എന്ത് വരും? ഇത് ക്യാൻസൽ ആകുമ്പോൾ 4, 7, 4 വരുമ്പോൾ 28. ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനല്ല, കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്ഷനോട് കൂടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണം കേട്ടോ. ആൻസർ ബി ആയതുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഹൈഡ്രോമീറ്റർ ഇൻ ഡയറി ക്വാളിറ്റി കൺട്രോൾ? ക്വസ്റ്റ്യൻ നമ്പർ 96 ആണ്. ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് അസസിങ് മിൽക്ക് സോളിഡ് നോട്ട് ഫ്ലാറ്റ് കണ്ടന്റ് എന്നാണ്. ആക്ച്വലി ഹൈഡ്രോമീറ്റർ, ലാക്ടോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇത് ഇല്ലല്ലോ, അത് തെറ്റല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിൽക്കിൻ്റെ SNF കണ്ടന്റ് ആണ്. മനസ്സിലായോ? SNF എന്ന് പറഞ്ഞാൽ സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം, SNF കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പോൾ ഇതും നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. അപ്പോൾ ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് മിസ്റ്റേക്ക് ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. ഇത് നിങ്ങൾ പ്രൊവിഷണൽ കീ വന്ന 5 ദിവസമാണ് പറയുന്നത്. ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്താലേ ആക്ഷൻ എടുക്കുകയുള്ളൂ. അതുപോലെ മിനിമം 20 പേരെങ്കിലും 20 ആൾ കംപ്ലയിൻറ്റ് കൊടുത്താലേ അത് റിസീവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് പറയാനുള്ളത് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 50 to 60 റേഞ്ചിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യത. അതായത് ഒരു 56 ഒക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല.
ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. നമ്മളൊരു പോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റേഞ്ച് നമ്മുടെ സ്റ്റുഡൻസിൽ കൂടുതൽ പേരും വന്ന ഒരു റേഞ്ച് നോക്കിയിട്ട് അതിൻ്റെ ബേസിക്സിലാണ് ഇങ്ങനെ ഒരു റേഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് കുറേ പേര് സങ്കടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അവർ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു PSC എക്സാം സ്കോർ ചെയ്യുവാനായിട്ട് നമ്മുടെ മുന്നിൽ 4 സ്റ്റെപ്പുകളുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ആദ്യം ഒരു 30+ മാർക്ക് അത്യാവശ്യം നന്നായി പഠിച്ചിട്ട് 30+ മാർക്കേ നമുക്ക് കിട്ടിയുള്ളൂ എന്ന് കരുതുക. അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു 30+ വാങ്ങിക്കുക. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ടത് സപ്ലിമെൻ്ററി ലിസ്റ്റിലോട്ട് കയറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലോട്ട് കയറുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മെയിൻ ലിസ്റ്റിലോട്ട് കയറുക. ദെൻ 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ടോപ്പ് റാങ്കിങ്ങിലോട്ട് കയറുക. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഡ്രീം ജോബ് നമുക്ക് കിട്ടിയിരിക്കും. ഇതിനെല്ലാം എക്സെപ്ഷണലായിട്ട് ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ടോപ്പ് റാങ്കിങ്ങിൽ വന്ന് ജോബിൽ കയറുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല. അത് കരുതി ആരും സങ്കടപ്പെടേണ്ട. നമ്മുടെ ഹാർഡ് വർക്ക് അത്രത്തോളം ഇഫക്റ്റീവ് ആണെങ്കിൽ അതിനൊരു റിസൾട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഒരിക്കലും ഒരു റിഗ്രറ്റിനെ ജീവിതത്തിൽ ഞാൻ പഠിച്ചില്ലല്ലോ, കുറച്ചെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ എന്ന ഒരു ധാരണ ഉണ്ടാവരുത്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു പക്ഷേ നല്ലൊരു റിസൾട്ട്, നല്ലൊരു ജോലിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. JSAയുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പേര് അതിലില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവർ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അറിയാമല്ലോ, JSAയുടെ സീനിയർ പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ചതെങ്കിൽ അതിലോട്ടേ വരൂ. ഒന്നും നിങ്ങൾ പഠിച്ചത് വെറുതെ ആവില്ല. നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിരിക്കും. റിഗ്രറ്റ് എന്ന വാക്കിന്, അതായത് ഞാൻ പഠിച്ചെങ്കിൽ എന്ന തോന്നലുണ്ടാവരുത്. നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കി വെച്ചാൽ അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ നല്ല എനർജിയോട് കൂടി തന്നെ മുന്നോട്ട് പോവുക. ലിസ്റ്റിൽ വരും, ജോലി കിട്ടും, അത് തന്നെയാണ് ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുക. ഓക്കെ ഗൈസ്, ഇനി പറയാനുള്ളത് നമ്മുടെ പുതിയ ബാച്ചുകളെ കുറിച്ചാണ്. സെക്കൻഡ് ബാച്ച് വിളിച്ചിരിക്കുന്നത് സാനിറ്ററി കെമിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, ലാബ് അസിസ്റ്റൻറ്റ്. വാട്ടർ അതോറിറ്റിയുടെയാണ് മൈക്രോബയോളജിസ്റ്റും ലാബ് അസിസ്റ്റൻറ്റും. ഫീ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാനിറ്ററി കെമിസ്റ്റിന് 5,000, ദെൻ ലാബ് അസിസ്റ്റൻറ്റിന് 4,000, മൈക്രോബയോളജിസ്റ്റിന് 5,000. ഈ രീതിയിലാണ് പേയ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളൊരു ന്യൂ ഇയർ ഓഫർ കൊടുക്കുന്നുണ്ട്. എല്ലാ കോഴ്സിനും 500 വെച്ച് റിഡക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ കോംബോ ഓഫർ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് സാനിറ്ററി, മൈക്രോബയോളജിസ്റ്റ്, ലാബ് അസിസ്റ്റൻറ്റ് ഇത് 3ഉം കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 14,000 ആണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വരുന്നത് ആകെ 12,000 ആണ് പേയ്മെൻറ്റ്. അതേപോലെ സാനിറ്ററി, മൈക്രോബയോളജിസ്റ്റ്, സാനിറ്ററി, ലാബ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൈക്രോബയോളജിസ്റ്റ്, ലാബ് അസിസ്റ്റൻറ്റ് ഇതിലേതെങ്കിലും 2 എണ്ണം വെച്ച് എടുക്കുകയാണെങ്കിൽ 8,000 മാത്രമേ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത് ജനുവരി 3-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഡയറി ഫാം എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സായി ഫ്രഷ് ആവാനുണ്ട്. അതിനാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് 2-ാം തീയതി മാത്രമേ നമുക്ക് 2-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുകയുള്ളൂ. ഇന്ന് മുതൽ, അതായത് ഡിസംബർ 20 മുതൽ ജനുവരി 2 വരെയാണ് നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫുൾ പേയ്മെൻറ്റ് അടച്ച് എല്ലാവരും ജോയിൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ദിവസം പോലും നിങ്ങൾ ലേറ്റ് ആവരുത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നേരത്തെ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാ ക്ലാസ്സുകളും എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയുവാനായിട്ട് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. എപ്പോഴും ഒരു ഓൺലൈൻ ക്ലാസ്സിന് ചേരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. എന്തെന്ന് വെച്ചാൽ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളോട് ആ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിക്കുക. ഒരിക്കലും ഒരു ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഒരു ചതിയിലും നിങ്ങൾ പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് മാത്രം ഓൺലൈൻ ക്ലാസ് സെലക്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കോച്ചിങ്ങിനും ചേരാതെ സ്വന്തമായിരുന്ന് പഠിച്ച് ലിസ്റ്റിൽ വരുന്ന ഒരുപാട് മിടുക്കന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് തന്നെ പഠിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ തീർക്കുകയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.